ഓം ശാന്തി. ജീവിതത്തിൽ കർമ്മം കൊണ്ട് രചിക്കപ്പെട്ട കഥയാണ് ഓരോരുത്തരുടെയും ജീവിതം. ഓരോ സമയത്തും നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്തകളും നമ്മൾ സംസാരിക്കുന്നതായിരിക്കുന്ന ആ വാക്കുകളും അതിലോരോന്നിലൂടെയും പുറത്തേക്ക് ഒഴുകുന്നതായിട്ടുള്ള ഊർജം, കർമ്മത്തിലൂടെ ഉണ്ടാകുന്നതായിട്ടുള്ള ഊർജം, ഇതെല്ലാം ഓട്ടോമാറ്റിക്കലി നമ്മുടെ അടുത്തേക്ക് റിഫ്ലക്റ്റ് ചെയ്ത് വന്നുകൊണ്ടേയിരിക്കും. ചില കർമ്മങ്ങൾ നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾ, ചിലത് അറിയാതെ ചെയ്തു പോകുന്ന കർമ്മങ്ങൾ, അറിയാതെ പോലും നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ, അറിയാതെയാണെങ്കിലും മനസ്സിൽ നിന്ന് വരുന്ന ശക്തമായ സങ്കല്പധാരകൾ, ചിലപ്പോൾ അറിയാതെ സംഭവിച്ചു പോകുന്ന കർമ്മങ്ങൾ, ഇതുകൊണ്ടൊക്കെ തന്നെ അറിഞ്ഞോ അറിയാതെയോ നമ്മളറിയാതെ നമ്മുടെ കാർമിക് അക്കൗണ്ടിൻ്റെ ആഴത്തിലുള്ള പല അക്കൗണ്ട്സും ക്രിയേറ്റ് ചെയ്യപ്പെട്ടു പോയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ ക്ലാസ് കേൾക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു മാറ്റം കൊണ്ടുവന്നേ തീരൂ എന്ന് പരിശ്രമിച്ചുകൊണ്ട്, ആഗ്രഹിച്ചുകൊണ്ട്, സത്യത്തിൽ തീവ്രമായി ആഗ്രഹിച്ചുകൊണ്ട് തന്നെ പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ ആ പരിശ്രമം എവിടെ എത്താതെ പോകുമ്പോൾ എന്നെക്കൊണ്ടൊന്നും സാധിക്കുന്നു വരില്ല. ഇതൊക്കെ വിധിയിൽ പറഞ്ഞിട്ടുള്ളവർക്ക് ചിലർക്ക് മാത്രമേ പറ്റൂ, ഭാഗ്യം ഉണ്ടാവണം, ഇങ്ങനെയൊക്കെ മനസ്സ് തളർന്നു പോകുന്ന ചില സന്ദർഭങ്ങൾ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. ചിലർ അടുത്ത നിമിഷം അല്ല എനിക്ക് നേടിയെടുക്കാൻ പറ്റുമെന്ന വിചാരത്തോടെ വീണ്ടും ശക്തമായിട്ട് മുന്നോട്ട് വരും. അവർ ഇത്തരം സാഹചര്യങ്ങൾ അതിജീവിക്കുകയും ചെയ്യും. ചില ആളുകൾ അതിലങ്ങ് തളർന്ന് താണു പോവുകയും ചെയ്യും. ഒരു കൊച്ചു കഥ ഇന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. 2 തവളകൾ ഒരിക്കൽ ആഹാരം തേടി അത് രാവിലെ യാത്ര പുറപ്പെട്ടു. അവരങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ചാടി ഒന്ന് ചാടിയപ്പോൾ ഒരു വലിയൊരു പാലിൻ്റെ വീപ്പയിൽ 2 പേരും വീണു. ചാടി നോക്കിയിട്ട് കയ്യിലെത്താൻ പറ്റുന്നില്ല. കാരണം അവരെ ചാട്ടം ശക്തമാക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. അവർ നീന്തി നോക്കുമ്പോൾ അവർക്ക് പാലിൽ സ്വാഭാവികമായി വെള്ളത്തിൽ നീന്തുമ്പോൾ ഉള്ളതായിട്ടുള്ള സുഖം ഉണ്ടാവില്ലല്ലോ. ഓക്സിജന്റെ അവൈലബിലിറ്റി ഇല്ല. ക്ഷീണിക്കുന്നു, കഷ്ടം തോന്നുന്നു. 2 പേരും പുറത്ത് ചാടി രക്ഷപ്പെടണം എന്നതായിട്ടുള്ള തീവ്രമായ ഇച്ഛയോടുകൂടി ഒരുപാട് സമയം ചാടുന്നു. വക്കുവരെ എത്തും, പിന്നെയും വീഴും. അങ്ങനെ കുറേ സമയം ചാടി. പാലല്ലേ, എന്തായാലും ആളുകൾ വരാതിരിക്കില്ല, നമ്മളെ രക്ഷിക്കാതിരിക്കില്ല എന്നതായിട്ടുള്ള വിശ്വാസം 2 ആൾക്കും ഉണ്ടായിരുന്നു. പക്ഷേ ആ വിശ്വാസവും അവർക്ക് നഷ്ടപ്പെട്ട പോലെ അവർ തളർന്നു തുടങ്ങി. എന്നിട്ടും ആളുകൾ ആരും അവിടെ എത്തിച്ചേരുന്നുമില്ല. അങ്ങനെ അവസാനം ഒരു തവള വിചാരിക്കുകയാണ്, എന്നെക്കൊണ്ട് സാധ്യമല്ല, ഇനി ഇതിൽ പിടിച്ചു നിൽക്കാൻ പറ്റും തോന്നുന്നില്ല, തളർന്ന് ഞാൻ നീന്തിയും ചാടിയും ഞാൻ തളർന്നു പോയി എന്ന്, ഇനി വരുന്നിടത്ത് വെച്ച് വരട്ടെ, മരണമായിരിക്കാം എനിക്ക് വിധി എന്ന് പറയുകയാണ്. അപ്പം മറ്റേ തവള പറയും, എന്തായാലും അവസാന നിമിഷം വരെ നമുക്കിതിൽ നീന്തി നടന്നു നോക്കാം, തുഴഞ്ഞുകൊണ്ടേയിരിക്കാം, എന്തായാലും ആളുകൾക്ക് ആവശ്യമില്ലാതിരിക്കില്ല, കുറച്ച് കഴിയുമ്പോഴെങ്കിലും വരുമായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ചാട്ടം ആ കരയിലേക്ക് അങ്ങ് എത്തി നമ്മൾ രക്ഷപ്പെട്ടാലോ, തളരാതെ ഒന്നും കൂടെ ശ്രമിക്കാൻ പറയും. അപ്പോൾ ആദ്യത്തെ തവള പറയും, ഇനി ശ്രമിക്കാനൊന്നും എന്നെക്കൊണ്ട് വയ്യ, ഇത്രയ്ക്ക് ഞാൻ തളർന്നു, ഇനി ഇങ്ങനെയായിരിക്കാം എൻ്റെ വിധി എന്ന് പറഞ്ഞ് അങ്ങനെ ആ തവള അതിലങ്ങനെ കിടന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ശ്വാസം മുട്ടി ആ തവള മരിച്ചുപോയി. പക്ഷേ 2ാമത്തെ തവള അത് ചാടാൻ പറ്റാത്തത്ര വന്നപ്പോൾ കാലുകൾ കൊണ്ട് തുഴഞ്ഞുകൊണ്ടേയിരുന്നു. ഈ പാലിൻ്റെ ഉള്ളിൽ ഇതിങ്ങനെ തിരിഞ്ഞ് അവസാനം ആ പാലിൽ നിന്ന് വെണ്ണ വേർപെട്ടു വന്നെന്നുള്ളതാണ്. അങ്ങനെ പതുക്കെ അതിന് തോന്നി അതിൻ്റെ കാലും എന്തോന്ന് കട്ടി പിടിക്കും പോലെ. നോക്കുമ്പോൾ വെണ്ണയാണ്. പിന്നെയും കാലിട്ട് അടിച്ചുകൊണ്ടിരുന്നു. അവസാനം കാലുമ്മ പിടിച്ച പോലെ നല്ല ശക്തമായിട്ടൊരു വെണ്ണയുടെ കട്ട ആ പാലിൽ വന്നു. അപ്പോൾ ആ തവള ഒന്ന് കാല് കുടഞ്ഞു നോക്കിയപ്പോൾ ആ കട്ട വിട്ട് വെള്ളത്തിൽ വീണു. അപ്പം ആ പാലിൽ അത് ചാടിയിട്ട് ആ വെണ്ണയിൽ ചവിട്ടിയത് പുറത്തേക്ക് ചാടിയപ്പോൾ കുറച്ചും കൂടെ ശക്തമായിട്ട് പുറത്തേക്ക് ചാടാൻ പറ്റി. അത് ചാടി രക്ഷപ്പെടുകയും ചെയ്തു. അപ്പോൾ ഒരുപക്ഷെ അവസാന നിമിഷം നമ്മുടെ കർമ്മക്കണക്കുകളുടെ അല്ലെങ്കിൽ യുദ്ധത്തിൻ്റെ എന്തെങ്കിലുമൊക്കെ രീതിയുള്ളതായിട്ടുള്ള നെഗറ്റീവ് അക്കൗണ്ട്സ് ക്ലോസ് ആവുന്ന ഒരു സമയമായിരിക്കാം. പക്ഷെ ആ സമയത്ത് നമുക്കാവുന്ന അവസാന നിമിഷം വരെ പരിശ്രമിക്കാൻ നമ്മൾ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും രക്ഷപ്പെടാനും നമുക്ക് സാധിക്കും. പക്ഷെ അതിലിടയ്ക്ക് വെച്ച് നമ്മുടെ മനസ്സ് തളർന്നു പോയാലുണ്ടല്ലോ, ഞാൻ ഇത്ര വർഷങ്ങളായി പരിശ്രമിക്കുന്നു, എത്ര കാലമായി ഇതിനൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയുള്ള എൻ്റെ കഠിനമായിട്ടുള്ള അധ്വാനം, എത്രയെന്ന് വെച്ചാൽ ഭഗവാനോട് ഞാൻ പ്രാർത്ഥിക്കുന്നത്, എത്രയാണ് ലോ ഓഫ് അട്രാക്ഷൻ ഞാൻ ഉപയോഗിക്കുന്നത്, സിസ്റ്റർ പറയുന്നത് കേട്ട് ധൈര്യത്തോടു കൂടി വിശ്വാസത്തോടു കൂടി തന്നെ ഞാൻ മുന്നോട്ട് ഇത്ര സമയമായി പോകുന്നത്, എന്നിട്ടും എനിക്ക് റിസൾട്ട് കാണാൻ സാധിക്കുന്നില്ലല്ലോ. ഇത്തരത്തിൽ നമ്മുടെ മനസ്സ് മടുത്തുകൊണ്ടുള്ള സങ്കല്പധാര വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ നമ്മുടെ പരിശ്രമം അവസാനിക്കും. ഇനി ഈവൻ നമുക്ക് ശരീരം കൊണ്ട് പരിശ്രമിക്കാൻ സാധിക്കുന്ന ഒരവസ്ഥ ഉണ്ടെങ്കിൽ പോലും മനസ്സ് തളർന്നു കഴിഞ്ഞാൽ അവിടെ എല്ലാം തളർന്നു പോയി, നമ്മുടെ ശരീരം തളർന്നു പോകും. എത്ര നല്ല ആരോഗ്യമുള്ള ഒരാളാണെങ്കിൽ പോലും ഭയപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എഴുന്നേറ്റ് നിൽക്കാനുള്ള ശക്തി പോലും ഉണ്ടായിരിക്കില്ല. അതേസമയം തളർന്നു കിടക്കുന്ന പേഷ്യൻ്റ്
പേഷ്യൻ്റ് ആണെങ്കിൽ പോലും നമുക്ക് ചെയ്തേ തീരൂ എന്നുള്ള ലെവലിൽ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞിട്ട് ഓടുന്നതും കാണാം. ഉദാഹരണം പറഞ്ഞാൽ ഒരു കള്ളനെ കണ്ടു കഴിയുമ്പോൾ നല്ല ശക്തിയുള്ള ആൾ പോലും പെട്ടെന്ന് പേടിയുള്ള ആളാണെങ്കിൽ രൂപം കണ്ടു കഴിയുമ്പോൾ തളർന്നിട്ട് പിന്നെ ഓടണമെന്ന് വിചാരിച്ചാൽ പോലും ശബ്ദം പുറത്ത് വരുന്നുണ്ടാവില്ല. അതേസമയം നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ, ICUവിൽ കിടക്കുന്ന ഒരു പേഷ്യൻ്റ്, ആ പേഷ്യൻറ്റിൽ വായിൽ മരുന്ന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നേഴ്സ്. പക്ഷേ ആ മരുന്നൊക്കെ കൊടുത്ത് പോരുമ്പോൾ നേഴ്സ് സ്വകാര്യമായിട്ട് പേഷ്യൻ്റെ ചെവിയിൽ പറയുകയാണ്, നിങ്ങളുടെ ബെഡിൻ്റെ അടിയിൽ ടൈം ബോംബ് ഇരിക്കുന്നുണ്ട്, വെറും 4 മിനിറ്റുകൾക്കുള്ളിൽ നിങ്ങൾ ടൈം ബോംബ് പൊട്ടി മരിക്കുമെന്ന് പറഞ്ഞാൽ ആ പേഷ്യൻ്റ് ആ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് ഓടും. ശരീരത്തിന് ശക്തി ഇല്ലായിരുന്നു, പക്ഷേ ആ മനസ്സിനുണ്ടായതായിട്ടുള്ള ശക്തിയായ സങ്കല്പം അവരെ എഴുന്നേറ്റ് പുറത്തേക്ക് ഓടാനായിട്ടുള്ള ശക്തി കൊടുത്തു കളയും. അതേസമയം പൂർണ്ണ ആരോഗ്യവാനായിട്ടുള്ള ആള് കള്ളനെ കണ്ട് ഭയപ്പെട്ടപ്പോൾ അയാൾക്ക് അവിടെ നിന്ന് നിന്നിടത്ത് ഇണങ്ങാൻ പോലും പറ്റാതായി തീരുന്നു നമ്മൾ കാണാറുണ്ട്. അപ്പം മനസ്സ് ഭയപ്പെട്ടു പോകുന്ന നിമിഷത്തിൽ ശരീരത്തിൽ ഉള്ള ശക്തി പോലും ഇല്ലാതാകുന്ന അവസ്ഥ നമുക്ക് കാണാം. മനസ്സിൻ്റെ സങ്കല്പമാണ്. ചെയ്യണം എന്ന് മനസ്സിന് തോന്നിക്കഴിഞ്ഞാൽ എവിടെ നിന്നാണെങ്കിലും ആരോഗ്യം വരും, ഊർജം വരും, നമ്മളത് ചെയ്തിട്ടുണ്ടായിരിക്കും. ചെയ്തേ തീരുന്നൊരവസ്ഥയില്ല എന്നുണ്ടെങ്കിൽ നമ്മളവിടെ ഭയപ്പെട്ട് നമ്മുടെ ശക്തി മുഴുവൻ നഷ്ടപ്പെടുകയും ചെയ്യാം. അപ്പം സങ്കല്പം കൊണ്ട് ശരീരത്തിന് ശക്തി പോകുന്നതും നമുക്ക് കാണാം, സങ്കല്പം കൊണ്ട് ശരീരത്തിൽ ഊർജം ഉണ്ടാകുന്നതും നമുക്ക് കാണാം. രണ്ടും സ്വാഭാവികമാണ്. ഒരു കുഞ്ഞിന് വേണ്ടി ചെയ്തു കൊടുത്തേ എന്ന് തീരൂ എന്നൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ അമ്മമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എവിടെ നിന്നാ ആരോഗ്യം ഉണ്ടാവാന്നറിയില്ല. തിരിച്ചൊന്ന് നോക്കി നോക്കിയേ, സ്വയം മരുന്നുണ്ടാക്കി കഴിക്കുന്ന ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ എനിക്ക് വയ്യ, തീരെ ആവുന്നില്ല എന്ന് പറഞ്ഞു പോയി കിടക്കുന്നത് നമ്മൾ കാണാറുണ്ട്. മനുഷ്യന്മാരുടെ മനസ്സിൻ്റെ സങ്കല്പമാണ് അവരെ മുന്നോട്ട് പോകണോ വേണ്ടോ എന്ന് നിശ്ചയിക്കുന്നത്. അതുകൊണ്ട് ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകാം, നമുക്ക് ആർക്കും അറിയില്ലല്ലോ മുന്നിലത്തെ കണക്ക് എന്താണെന്ന്. പലപ്പോഴും ഞാൻ പല വീഡിയോയിലും പറയാറുണ്ട്, ഞാനൊരു മാജിക്കിൻ്റെ ഒരു പിക്ചർ കണ്ട സമയത്ത് അതിൽ കാണിച്ചിരുന്നു ഒരു കുട്ടിയുടെ കഥ, ഹാരി പോട്ടർ. നിങ്ങളും വായിച്ചിട്ടുണ്ടായിരിക്കും. അതിലൊരു ടൈം മെഷീൻ വെച്ചുകൊണ്ട് പിന്നോട്ട് പോയി കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വന്ന് ഇവിടെ ശരിയാക്കുന്ന കഥ. പക്ഷേ അത് കഥയിലല്ലേ ഉള്ളൂ, നമ്മുടെ ജീവിതത്തിലില്ലല്ലോ. ജീവിതത്തിൽ പിന്നോട്ട് പോകാനുള്ള ടൈം മെഷീൻ നമ്മുടെ കയ്യിലില്ല, പക്ഷെ പിന്നിലെ കാര്യങ്ങൾ തിരുത്താനുള്ളതായിട്ടുള്ള മെഷീനറി നമ്മുടെ അടുത്തുണ്ട്. അതാണ് ശക്തിശാലി സങ്കല്പങ്ങൾ. അതുകൊണ്ട് എന്ത് തന്നെ സംഭവിച്ചാലും, ഏതൊക്കെ സാഹചര്യങ്ങളിലൂടെ നമുക്ക് മുന്നോട്ട് പോകേണ്ടി വന്നാലും ഒരിക്കലും വിഷമിക്കുകയോ ചെയ്യരുത്. എന്തായാലും ഞാൻ ഇതിനെ അതിജീവിച്ചിരിക്കും എന്ന ദൃഢനിശ്ചയത്തോടു കൂടി നിങ്ങൾ പോകുമ്പോൾ എൻ്റെ അനുഭവത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്, അത്ര സമർപ്പണത്തോടു കൂടി ഈശ്വരൻ എന്നെ സഹായിക്കുന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ മുന്നോട്ട് പോകുന്നവർ ജയിക്കുന്നതായിട്ട്. നമ്മുടെ BKSൻ്റെ ക്ലാസ്സിൽ വരുന്ന ഒരു ഭായിൻ്റെ അനുഭവം ഞാൻ പറയുകയാണ്. അഹമ്മദാബാദിലൊരു ബ്രദറാണ്. അവരൊരു ഫ്ലാറ്റിൽ താമസിക്കുന്നുണ്ടായിരുന്നു. CA കാരനാണ്, ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഒരു ദിവസം അവരുടെ താമസിക്കുന്നുണ്ടായിരുന്ന ഫ്ലാറ്റിലെ ഹൗസ് ഓണർ പറയുകയാണ്, നീ എന്ത് തന്നെയാണെങ്കിലും 4 ദിവസത്തിനുള്ളിൽ ഈ വീട് ഒഴിയണം, എനിക്ക് വേറെ ആൾക്കാർ വന്നിട്ടുണ്ട്. 4 ദിവസത്തിനുള്ളിൽ ഇങ്ങനെ ഒരു വലിയ സിറ്റിയിൽ ഒരു വീട് കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. പക്ഷേ അദ്ദേഹം പൂർണ്ണമായിട്ട് ഭഗവാനിൽ സമർപ്പണമായൊരു കുട്ടിയായിരുന്നു. നമ്മുടെ ക്ലാസ്സിൽ വരുന്ന സിസ്റ്റർ എടുത്ത് പറഞ്ഞു, സിസ്റ്ററെ ഇങ്ങനൊരു അവസ്ഥയുണ്ട്, എന്തായാലും സിസ്റ്റർ പറഞ്ഞു, ബാബ നിനക്ക് വേണ്ടി ഒരു വീട് കണ്ടിട്ടുണ്ടാവും, വിഷമിക്കേണ്ട, തെരഞ്ഞുകൊണ്ടിരിക്കുകയെന്ന്. പിറ്റേ ദിവസം രാവിലെ അവർക്ക് വീട് ഒഴിഞ്ഞു കൊടുക്കണം. ആ നിമിഷമായി 4 ദിവസം രാവും പകലും വീടിന് വേണ്ടി അന്വേഷിച്ചു, വീട് കണ്ടെത്തിയേയില്ല. രാത്രി വന്ന് ഉറങ്ങിയപ്പോൾ വിചാരിച്ചു, ബാബ സാധനങ്ങളുമായിട്ട് പുറത്തേക്ക് ഇറങ്ങണം, ഇല്ലാതെന്നാണ് നിന്റെ ഇച്ഛെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും നീ എനിക്ക് വീട് കാണിച്ചു തരും എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി. രാവിലെ എഴുന്നേറ്റു, അപ്പോഴും അന്വേഷിച്ചു, വീട് കിട്ടിയിട്ടില്ല. രാവിലെ എന്നും സെൻറ്ററിൽ 7 മണിക്ക് സത്സംഗം ഉണ്ടാവാറുണ്ട്. സത്സംഗത്തിന് വന്നു, ക്ലാസ് അറ്റൻഡ് ചെയ്ത് പുറത്തിറങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ച് പറയുകയാണ്, നോക്ക് ഈ സിറ്റിയിൽ തന്നെ ഞാനൊരു ഫ്ലാറ്റ് എടുത്തിട്ടുണ്ട്, അതിലാണെങ്കിൽ മുഴുവൻ എനിക്ക് ഓക്യുപ്പൈ ചെയ്യാൻ പറ്റില്ല, അത്ര റെൻറ്റും എനിക്ക് കൊടുക്കാൻ പറ്റില്ല, നിനക്ക് പറ്റുമോ ഒരു പകുതി ഷെയർ ചെയ്യാനായിട്ട്? 9 മണിക്ക് ഹൗസ് ഓണർ വരും, വന്ന് സാധനം എടുത്താൽ പുറത്തിടുന്നാ പറഞ്ഞിട്ടില്ലേ. പക്ഷേ 8 മണിക്ക് രാവിലെ ക്ലാസ് കഴിയും വരെ എവിടേക്കാണ് പോകേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പക്ഷേ 8 മണിക്ക് ക്ലാസ് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ അതിനേക്കാൾ എത്രയോ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു അക്കോമഡേഷൻ, അതും പകുതി മതി, അവിടെ കൊടുത്തതിൻ്റെ പകുതി പൈസയിൽ സ്വസ്ഥമായിട്ടുള്ള അക്കോമഡേഷനിലേക്ക് മാറാൻ സാധിച്ചു. അപ്പോൾ ഒരു പക്ഷേ നമ്മുടെ പരിശ്രമവും നമ്മുടെ വിശ്വാസവും അതിൻ്റെ അവസാനത്തെ കണികയാവും വരെ നമുക്ക് പരീക്ഷ ഉണ്ടാവേണ്ടി വന്നേക്കാം. പക്ഷെ എന്ന് കരുതിയിട്ട് മനസ്സുകൊണ്ട് തളരരുത്, നമ്മുടെ വിശ്വാസത്തിൻ്റെ ശക്തിയിൽ അല്പം പോലും കുറവുണ്ടാവരുത്. ദൃഢമായി നിങ്ങൾ മുറുക്കെ പിടിച്ചോളൂ, തീർച്ചയായിട്ടും ഭഗവാൻ നമ്മളെ സഹായിക്കുകയും നമ്മളെല്ലാ പ്രതിസന്ധികളിൽ നിന്നും അതിജീവിച്ചുകൊണ്ട് ജീവിതത്തെ സുഗമമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന, കുറേയും കൂടെ സുഖം അനുഭവിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യും. അങ്ങനെ തൻ്റെ ജീവിതത്തിൽ വരുന്ന ഏത് സാഹചര്യത്തിനും അതിജീവിച്ച് മുന്നേറാനുള്ള ശക്തി നിങ്ങൾക്ക് ഈശ്വരൻ തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി.